ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഹീറ്റ് എനർജിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് ആണ് വരുന്നത് മെഷറിംഗ് ഹീറ്റ് എനർജി. മെഷറിംഗ് ഹീറ്റ് എനർജി എന്ന് പറയുകയാണെങ്കിൽ എനർജി ക്യാൻ ബി റിലീസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആസ് ലൈറ്റ്, സൗണ്ട് ഓർ ഇലക്ട്രിക്കൽ എനർജി. അതായത് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ മൂലം എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എനർജിയാണ് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് എനർജി, സൗണ്ട് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിക്കപ്പോഴും റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ. അതുപോലെ വസ്തുക്കളുടെ ഹീറ്റ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നിവ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ കലോറിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഈ കലോറിമീറ്ററിൻ്റെ മാസ്, അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ദ്രാവകത്തിൻ്റെ മാസ്, അതായത് ലിക്വിഡിൻ്റെ മാസ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നിവ മുൻകൂട്ടി തന്നെ നിർണ്ണയിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ വസ്തു കലോറിമീറ്ററിൽ നിക്ഷേപിച്ച ശേഷമുള്ള അതിൻ്റെ താപനില, അതായത് അതിൻ്റെ ഹീറ്റ് എത്രയാണോ, അതുപോലെ തന്നെ ലിക്വിഡ് അതിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പുള്ള താപനില എത്രയാണോ എന്നുള്ളതൊക്കെ നമുക്ക് തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. കലോറിമീറ്ററിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കലോറിമീറ്ററിൽ അബ്സോർബ് ചെയ്ത ഹീറ്റും അതേപോലെ തന്നെ ലോസ് ആയിപ്പോയ ഹീറ്റും തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ മിക്സിംഗ് റൂളാണ് പറയുന്നത്, ലോസ് ഓഫ് ഹീറ്റ് ബൈ സോളിഡ് ബൈ ലിക്വിഡ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ബൈ സോളിഡ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് സബ്സ്റ്റൻസസ് പ്ലസ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ കലോറിമീറ്റർ. ഇതാണ് അതിൻ്റെ മിക്സിംഗ് റൂള് വരുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് മെഷർമെൻറ്റ്. മെഷർമെൻറ്റിന് ടെമ്പറേച്ചർ നമ്മൾ സാധാരണയായിട്ട് മെഷർ ചെയ്യുന്നത് ഏതിലാണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഒരു വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ആണ് വരുന്നത് തെർമോമീറ്റർ. ദേ ആർ ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് ലിക്വിഡ് ആൻഡ് സോളിഡ് എക്സ്പാൻഡഡ് വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു ഹീറ്റ്. അതായത് നമ്മൾ ലിക്വിഡ്സിനും സോളിഡ്സിനും ഒരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. തെർമോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ താപനില അളക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് കൊടുക്കുന്ന ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ മെർക്കുറി ആൻഡ് ആൽക്കഹോൾ ആണ്. ഇവയെ പറയുന്ന പേരാണ് തെർമോമെട്രിക് ലിക്വിഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവയിൽ, അതായത് ആൽക്കഹോളിലും മെർക്കുറിയിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. മെർക്കുറിക്ക് എന്തുണ്ട്? കൂടിയ സാന്ദ്രത ഉണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. വെള്ളി പോലെ തിളങ്ങുന്ന നിറമായിരിക്കും എന്തിനുണ്ടാവുക? ഈ ഒരു മെർക്കുറിക്ക് ഉണ്ടാവുക. അതുപോലെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേന്മ എന്ന് പറഞ്ഞാൽ, മെർക്കുറിൻ്റെ മേന്മ എന്ന് പറഞ്ഞാൽ, മെർക്കുറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോഹമാണ്. അതുപോലെ തന്നെ ഈ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. നമ്മളിപ്പോൾ ശരീര താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെർക്കുറി തെർമോമീറ്റർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ തെർമോമീറ്റർ. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ നിത്യതയുള്ള പരമാവധി താപനിലയും കുറഞ്ഞ താപനിലയും അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 6S മാക്സിമം മിനിമം തെർമോമീറ്റർ. അതുപോലെ ഓർഡിനറി മെർക്കുറി തെർമോമീറ്റർ ആണ് മറ്റെല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പരീക്ഷണശാലകളിൽ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് പൈറോമീറ്റർ. പൈറോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഫർണസുകൾ, അതേപോലെ ഡൈജസ്റ്ററുകൾ എന്നിവയിൽ വളരെ ഉയർന്ന താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ എന്ന് പറയുമ്പോൾ. പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 വിധമുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ തെർമോ കപ്പിൾ ഉപയോഗിച്ചിട്ട് തെർമോ ഇലക്ട്രിക്കൽ പൈറോമീറ്റർ, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആൻഡ് റേഡിയേഷൻ പൈറോമീറ്റർ, മൂന്നാമത്തേതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പൈറോമീറ്റർ. എന്നിവയാണ് പ്രധാനമായിട്ടുള്ള പൈറോമീറ്ററുകൾ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് ഒപ്റ്റിക്കൽ ആൻഡ് റേഡിയേഷൻ പൈറോമീറ്റർ. ഒപ്റ്റിക്കൽ ആൻഡ് റേഡിയേഷൻ പൈറോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫർണസുകളുടെ വളരെ ഉയർന്ന താപനില അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ അതിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് ഫർണസിൽ നിന്നും ഹീറ്റ് റേഡിയേഷനെ ഒരു തെർമോ കപ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു.
അതുപോലെ തന്നെ ഇതിൻ്റെ അമീറ്ററിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ കെൽവിനിലോ ആണ് അളക്കുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. എന്താ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനർജീൻ്റെ ഒരു രൂപമാണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന താപനിലയിലുള്ള ഒരു വസ്തുവിൽ നിന്ന് ഹീറ്റ് താഴ്ന്ന താപനിലയിലുള്ള വസ്തുവിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇത് 3 വിധത്തിലാണ് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ബൈ കണ്ടക്ഷൻ, സെക്കൻഡ് വണ്ണ് ബൈ കൺവെക്ഷന്, തേർഡ് വണ്ണാണ് ബൈ റേഡിയേഷൻ. ഫസ്റ്റ് വണ്ണാണ് വരുന്നത് കണ്ടക്ഷൻ. കണ്ടക്ഷൻ ഈസ് ദി നെയിം ഗിവൺ ടു ദി ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എനർജി ബൈ കോണ്ടാക്റ്റ്. കോണ്ടാക്റ്റ് വഴി താപോർജ്ജം പകരുന്നതിന് നൽകിയ പേരാണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞത്. അതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലോഹം ചൂടാക്കണ ഒരു ലോഹദണ്ഡത്തിൻ്റെ ഒരറ്റം, അതായത് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരറ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൈ കൊണ്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക, മറ്റേ അറ്റമായിരിക്കും നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് അത് ചൂടാക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും, ആ ഹീറ്റ് ചൂടാവുന്നതിനനുസരിച്ചിട്ട് മറ്റേ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് നമ്മൾ പിടിച്ച അറ്റത്തേക്ക് എന്താവും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, നമ്മളെ കൈക്ക് ചൂട് അനുഭവപ്പെടും. അതായത് പരസ്പരം സ്പർശിച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണികകൾ ചലിക്കാതെ തന്നെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് എന്തെന്ന് പറഞ്ഞത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാലകത കൂടുതലുള്ള വസ്തുക്കളെ എന്ത് പറയും, ഗുഡ് കണ്ടക്ടർ എന്നും കൂടിയും പറയും. അതായത് പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്തായിരിക്കും, ഗുഡ് ഹീറ്റ് കണ്ടക്ടേഴ്സ് ആവും. ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് തന്നിട്ടുള്ളത്, ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് കണ്ടക്ഷൻ വരുന്നത്, എന്താണ് കൺവെക്ഷൻ വരുന്നത്, എന്താണ് റേഡിയേഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ ഒരറ്റത്ത് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടാവും, മറ്റേ അറ്റത്തായിട്ടാണ് എന്ത് കൊടുക്കുന്നത്, പാത്രം ചൂടാക്കുന്നത്, അതായത് വെള്ളം ചൂടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വെള്ളം ചൂടാക്കുമ്പോൾ ക്രമേണ ഒരറ്റത്തേക്ക് എന്തനുഭവപ്പെടും, ചൂട് അനുഭവപ്പെടും. അങ്ങനെ ആ കണികകൾ, അതായത് അവിടുത്തെ കണികകൾക്ക് ചലനമില്ലാതെ തന്നെ സ്പർശനം കൊണ്ട് കണികയിൽ നിന്ന് കണികയിലേക്ക് താപം, അതായത് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറഞ്ഞത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് കൺവെക്ഷന്. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ ആ ചൂട് പിടിച്ച കണികകൾ എന്താവും, മുകളിലോട്ട് പോവുകയും അതേപോലെ തന്നെ ചൂട് കുറഞ്ഞ കണികകൾ താഴെ വരികയും ചെയ്യുന്നു. അങ്ങനെ ഈ ചൂട് പിടിച്ച കണികകൾ സ്വയം ചലിച്ചുകൊണ്ട് ചൂട് കുറഞ്ഞ കണികകളിലേക്ക് എന്താകും, ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറഞ്ഞത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് ലാസ്റ്റ് വണ്ണാണ് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, യാതൊരു മീഡിയേറ്ററും കൂടാതെ തന്നെ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് താപം ട്രാൻസ്ഫർ ചെയ്യുന്ന, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന രീതിയാണ് എന്തെന്ന് പറഞ്ഞത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത് എക്സ്പാൻഷൻ ഡ്യൂ ടു ഹീറ്റ്. വെൻ എ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസിയസ് സബ്സ്റ്റൻസസ് ഈസ് ഹീറ്റഡ്, ഇറ്റ് എക്സ്പാൻഡ് ആൻഡ് വോളിയം ഈസ് ഇൻക്രീസ്ഡ്. സോളിഡ് ആയിട്ടും അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള അതുപോലെ ഗ്യാസിയസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാകും, അതായത് പദാർത്ഥങ്ങൾ ഉണ്ടാകും. ഈ പദാർത്ഥങ്ങളെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, വികസിക്കുക. അങ്ങനെ ഈ ഒരു ലിക്വിഡ് ആയിട്ടും സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ചൂടാക്കുകയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുക, അതുപോലെ തന്നെ അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യും. അതുപോലെ അത് കൂളാവുകയാണെങ്കിൽ, ഈ പദാർത്ഥങ്ങൾ കൂളാവുകയാണെങ്കിൽ അതായത് തണുക്കുകയാണെങ്കിൽ അവിടെ കോൺട്രാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഗ്രീസ് ആവും. എന്താ കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ചുരുങ്ങുകയാണ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചുരുങ്ങുകയാണെങ്കിൽ അതിൻ്റെ വോളിയം ഡിഗ്രീസ് ആവുകയും ചെയ്യും. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഡ്യൂ ടു ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് പറഞ്ഞത് എക്സ്പാൻഷൻ ഓഫ് സോളിഡ്. ടൈപ്സ് ഓഫ് എക്സ്പാൻഷൻ ഉണ്ട് സോളിഡിൻ്റെ. ഫസ്റ്റ് വണ്ണ് ലീനിയർ എക്സ്പാൻഷന്, സെക്കൻഡ് വണ്ണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷന്, തേർഡ് വണ്ണാണ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ.
അതിൽ ഫസ്റ്റ് വണ്ണാണ് വരുന്നത് ലീനിയർ എക്സ്പാൻഷന്. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ് ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസസ് ദിസ് കോൾഡ് ലീനിയർ എക്സ്പാൻഷന്. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പദാർത്ഥത്തെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്താണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷന്. ഇത് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെറ്റീരിയൽ, ഒറിജിനൽ ലെങ്ത്ത് ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്? അതിൻ്റെ മെറ്റീരിയൽ, ഏത് ടൈപ്പ് മെറ്റീരിയലാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ ലെങ്ത്ത്, അതുപോലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് വരുന്നത്. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു താപനിലയിൽ ഒരു ഡിഗ്രി ഉയർച്ചയ്ക്ക് യൂണിറ്റിൻ്റെ യഥാർത്ഥ ലെങ്ത്തിൻ്റെ, അതായത് നീളത്തിൻ്റെ വ്യതിയാനമാണ് എന്തെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. അത് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞത് ലെങ്ത് ഓഫ് ദി സോളിഡ് അറ്റ് T1 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു L1 എന്ന് കൊടുക്കുക. അതായത് ഒരു സോളിഡിൻ്റെ T1 ഡിഗ്രി സെൽഷ്യസിലുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ L1 കൊടുക്കുക. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദി സോളിഡ് അറ്റ് T2 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ സോളിഡിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ L2 കൊടുക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T2 മൈനസ് T1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതുപോലെ ചേഞ്ച് ഇൻ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ L2 മൈനസ് L1 ആയിരിക്കും. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് വരും? L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു T2 മൈനസ് T1. അതായത് T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താവും? T2 മൈനസ് T1 ഇസ് ഈക്വൽ ടു T ആകും. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ വരിക L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു T ആയിരിക്കും ഇക്വേഷൻ വരിക. അതായത് അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ഈക്വൽ ടു എന്ത് വരും? ചേഞ്ച് ഇൻ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് L1 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്ത്, L2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്ത്, അതുപോലെ തന്നെ T എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് T2 മൈനസ് T1 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഇൻക്രീസ്ഡ് ഇൻ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇൻക്രീസ്ഡ് ലെങ്ത്ത് ആകുമ്പോൾ എങ്ങനെ വരിക? L2 മൈനസ് L1 ആയിരിക്കും. L1 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്ത്, L2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് ആണ്. അപ്പോൾ അതിന് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു L1 ഇൻറ്റു T ആയിരിക്കും വരിക. ഫൈനൽ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ, അതായത് L2 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L1 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T ആയിരിക്കും ഇക്വേഷൻ വരുന്നത്. എക്സ്പാൻഷൻ ഓഫ് സോളിഡിൽ സെക്കൻഡ് വൺ ആണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷന്. വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ് ഇറ്റ്സ് ഏരിയ ഇൻക്രീസസ് ഈസ് കോൾഡ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷന്. അതായത് സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ ആണ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുകയാണെങ്കിൽ താപനിലയിൽ ഒരു ഡിഗ്രി ഉയർച്ചയ്ക്ക് യൂണിറ്റിൻ്റെ യഥാർത്ഥ ഏരിയ, അതായത് ഒറിജിനൽ ഏരിയൻ്റെ വ്യതിയാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ ആണ് വരിക. നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത് ഏതാണ്? ആൽഫയാണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ബീറ്റയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ത് എഴുതുക? 2 ഇൻറ്റു ആൽഫ എന്ന് എഴുതുക. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ എക്സ്പാൻഷൻ. തേർഡ് വണ്ണാണ് വരുന്നത് ക്യൂബിക്കൽ എക്സ്പാൻഷന്. വെൻ സോളിഡ് ഹീറ്റഡ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് ഈസ് കോൾഡ് ക്യൂബിക്കൽ എക്സ്പാൻഷന്. അതായത് സോളിഡ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വോളിയാണ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യൂബിക്കൽ എക്സ്പാൻഷന്. നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷന്. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒറിജിനൽ വോളിയം എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അതിനെ പറയുന്ന പേരാണ് എന്തെന്നുള്ളത്? കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്നുള്ളത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗാമ എന്നാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷന്.
അതായത് ഗാമ ഇസ് ഈക്വൽ ടു എന്ത് വരും 3 ഇൻറ്റു ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ലീനിയർ എക്സ്പാൻഷന്. ഇതുവരെ പഠിച്ചത് എക്സ്പാൻഷൻ ഓഫ് സോളിഡ് ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് ആണ്. എന്താണ് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്? ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള വസ്തുവിന് എന്തായിരിക്കും, സോളിഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷേപ്പ് ഉണ്ടാവില്ല, അതായത് ആകൃതി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ലിക്വിഡ് നമ്മളൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ, അതായത് ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൻ്റെ ആകൃതി മാത്രമേ നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ, ആകൃതി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതിനൊരു നിശ്ചിത വോളിയം ഉണ്ട്, ആ ഒരു കണ്ടെയ്നറിന് ഒരു നിശ്ചിത വോളിയം ഉണ്ട്. അതിൻ്റെ വോളിയം ചേഞ്ചസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഇതിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യൂല? ലീനിയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഇതിൽ കൺസിഡർ ചെയ്യൂല, അതായത് കാൽക്കുലേറ്റ് ചെയ്യൂല. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അത് ഒരു പാത്രത്തിൽ നമ്മൾ എന്തെടുക്കുക, കുറച്ച് ലിക്വിഡ്സ് എടുക്കുക. ലിക്വിഡ്സ് എടുത്തിട്ട് അതിനെ ചൂടാക്കുക. ചൂടാക്കുമ്പോൾ ഈ ഒരു സോളിഡ് കണ്ടെയ്നർ ദ്രാവകത്തിനൊപ്പം വികസിക്കും, അതായത് അതിൻ്റെ വോളിയം ചേഞ്ചസ് വരും. പക്ഷേ ഈ ഒരു ലിക്വിഡിനെ അപേക്ഷിച്ചിട്ട് ആ ഒരു കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അളവ് എന്ന് പറഞ്ഞാൽ, വോളിയത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. അതിനാൽ ഇതിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തേതാണ് അപ്പാരൻ്റ് എക്സ്പാൻഷന്, രണ്ടാമത്തേതാണ് വരുന്നത് അബ്സല്യൂട്ട് ഓർ റിയൽ എക്സ്പാൻഷന്. ഫസ്റ്റ് വണ്ണാണ് വരുന്നത് അപ്പാരൻ്റ് എക്സ്പാൻഷൻ. അപ്പാരൻ്റ് എക്സ്പാൻഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടെയ്നറിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ കണക്കിലെടുക്കാതെ ലിക്വിഡിൻ്റെ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡിൻ്റെ വോളിയം എത്രയാണോ ഇൻക്രീസ് ചെയ്തത് അത് മാത്രം കണക്കിലെടുക്കുന്നതിനാണ് എന്തെന്ന് പറഞ്ഞത്? അപ്പാരൻ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് വരുന്നത് അബ്സല്യൂട്ട് ഓർ റിയൽ എക്സ്പാൻഷന്. നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു ലിക്വിഡിൻ്റെ എക്സ്പാൻഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, കണ്ടെയ്നറിൻ്റെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഫസ്റ്റ് വണ്ണിൽ. ഈ ഇതിൽ പറയുന്നത്, അതായത് റിയൽ എക്സ്പാൻഷനിൽ പറയുന്നത് ലിക്വിഡും അതേപോലെ തന്നെ കണ്ടെയ്നറും കൂടി ചൂടാക്കുമ്പോൾ ലിക്വിഡിൻ്റെ എക്സ്പാൻഷൻ എത്രയാണോ വരുന്നത് അതിൻ്റെ ഗ്രാജുവേഷൻസ്, അതിൻ്റെ അളവും അതേപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ എത്രത്തോളം വോളിയം വികസിക്കുന്നുണ്ട് അതിൻ്റെ അളവും കൂടി എടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഓർ റിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. അത് കാണാനുള്ള ഇക്വേഷൻ റിയൽ എക്സ്പാൻഷൻ ഓഫ് ദി വോളിയം ഓഫ് ദി ലിക്വിഡ് ഈക്വൽ ടു അപ്പാരൻ്റ് എക്സ്പാൻഷൻ ഓഫ് ദി വോളിയം ഓഫ് ദി ലിക്വിഡ് പ്ലസ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ദി കണ്ടെയ്നർ. അതായത് ലിക്വിഡ് എത്രത്തോളം വോളിയം എക്സ്പാൻഡ് ചെയ്തു അതേ പ്ലസ് കണ്ടെയ്നർ എത്രത്തോളം വോളിയം എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളത് പ്ലസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിയൽ എക്സ്പാൻഷൻ നമുക്ക് കിട്ടും. എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡിൽ ഫസ്റ്റ് വണ്ണാണ് വരുന്നത് അപ്പാരൻ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ കോഫിഷ്യൻ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പോൾ കോഫിഷ്യൻ്റ് ഓഫ് അപ്പാരൻ്റ് എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു apparent increase in volume of liquid divided by initial volume of liquid into increase in temperature. കോഫിഷ്യൻ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പാരൻ്റ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വോളിയം എത്രത്തോളം, ആ ലിക്വിഡിൻ്റെ വോളിയം എത്രത്തോളം ഇൻക്രീസ് ചെയ്തു ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോളിയം ഓഫ് ലിക്വിഡ്. അതായത് നമ്മൾ ചൂടാക്കുന്നതിന് മുമ്പ് ആ ഒരു ലിക്വിഡിൻ്റെ വോളിയം എത്രയായിരുന്നു ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് അത് ചൂടാക്കുന്നതിന് മുമ്പുള്ള രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. അതും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് അപ്പാരൻ്റ് എക്സ്പാൻഷൻ കിട്ടും. രണ്ടാമത്തേതാണ് വരുന്നത് കോഫിഷ്യൻ്റ് ഓഫ് അബ്സല്യൂട്ട് ഓർ റിയൽ എക്സ്പാൻഷന്. കാണാനുള്ള ഇക്വേഷന് റിയൽ ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോളിയം ഓഫ് ലിക്വിഡ് ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് വരുന്നത് എം ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ V1 ഇൻറ്റു ടി എ. അതായത് V2 മൈനസ് V1 എന്ന് പറഞ്ഞാൽ റിയൽ ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ലിക്വിഡ്, അതായത് എത്രത്തോളമാണ് ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്തത് അതാണ് V2 മൈനസ് V1 എന്ന് പറഞ്ഞാൽ. ഡിവൈഡഡ് ബൈ V1 എന്ന് പറഞ്ഞാൽ ചൂടാക്കുന്നതിന് മുമ്പ് ആ ലിക്വിഡിൻ്റെ ഒറിജിനൽ വോളിയം എത്രയാണോ അതാണ് V1 എന്ന് പറഞ്ഞാൽ. ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് വരുന്നത്. ഇനി പറയാൻ പോകുന്നത് എക്സ്പാൻഷൻ ഓഫ് സോളിഡിൻ്റെയും അതേപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡിൻ്റെയും എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ
If an 8 meter long metal rod is heated from 30 degrees Celsius to 80 degrees Celsius so that it may produce an elongation of 0.84 mm, find its coefficient of linear expansion. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 8 മീറ്റർ ലോങ് മെറ്റൽ, അതായത് ഒരു 8 മീറ്റർ ലോങ് ഉള്ളൊരു മെറ്റൽ റോഡ് തന്നിട്ടുണ്ട്. അത് ഹീറ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 80 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അത് ചൂടാക്കുന്നത്. അതുപോലെ തന്നെ അത് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഇലോങ്ങേഷൻ സംഭവിക്കും. ആ ഒരു മെറ്റൽ റോഡിന് ഇലോങ്ങേഷൻ, അതായത് ലെങ്ത്ത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ 0.84 mm ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഗിവൺ ഡാറ്റ എഴുതുക. ഗിവൺ ഡാറ്റയിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഇനീഷ്യൽ ലെങ്ത്ത് L1 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? അതായത് അതിൻ്റെ ഇനീഷ്യൽ ലെങ്ത്ത് എത്ര വരുന്നത്? 8 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ അത് ചൂടാക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്ന ലെങ്ത്ത് എത്രയാണ്? 0.84 ആണ്. അതും നമുക്ക് തന്നിട്ടുണ്ട്. 0.84 mm ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 30 ഡിഗ്രി മുതൽ അതുപോലെ തന്നെ 80 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 80 - 30 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കാണാനുള്ള ഇക്വേഷൻ വരുന്നത്? കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ഇൻക്രീസ്ഡ് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്ത് ഇൻറ്റു ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. നമുക്കിവിടെ ഇൻക്രീസ്ഡ് ലെങ്ത്ത് എന്ന് പറഞ്ഞത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 0.84 ആണ്. അപ്പോൾ 0.84 ഡിവൈഡഡ് ബൈ നമുക്ക് 8 മീറ്റർ ആണ് ഇനീഷ്യൽ ലെങ്ത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ 8 മീറ്ററിന് നമുക്ക് mm കൺവേർട്ട് ചെയ്യാം. അപ്പോൾ mm കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര കൊടുക്കുക? 8 × 10⁻³ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എത്ര വരും? 8000 വരും. അപ്പോൾ 8000 ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 50 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ആൻസർ വരിക? 2.1 × 10⁻⁻6 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ അയൺ ബ്രിഡ്ജ് ഈസ് 100 മീറ്റർ ലോങ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഒരു അയൺ ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതിനെ 40 ഡിഗ്രിയിൽ ചൂടാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രത്തോളം വികസിച്ചു, എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടത്. ഇവിടെ നമുക്ക് എന്നും കൂടി തന്നിട്ടുണ്ട്. ദ കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് 12 × 10⁻⁻6 പെർ ഡിഗ്രി എന്നും കൂടി തന്നിട്ടുണ്ട്. ഇവിടെ കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം ലെങ്ത്താണ് ഇൻക്രീസ് ചെയ്തത്. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ അവിടെ ആ അയൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗിവൺ ഡാറ്റ എഴുതുക. ഗിവൺ ഡാറ്റയിൽ ഇനീഷ്യൽ ലെങ്ത് ഓഫ് അയൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു 100 മീറ്റർ. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കുന്നത്. 0 ഡിഗ്രി - 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ഇൻക്രീസ്ഡ് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്ത് ഇൻറ്റു ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ആണ് വരുന്നത്. അതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 12 × 10⁻⁻6 ഈക്വൽ ടു നമുക്ക് കാണേണ്ടത് ഇൻക്രീസ്ഡ് ലെങ്ത്ത് ആണ്. അത് അവിടെ തന്നെ എഴുതി വെക്കുക. ഡിവൈഡഡ് ബൈ 100 × 40, അതായത് ഇനീഷ്യൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇൻറ്റു ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതവിടെ എഴുതി വെക്കുക. നമുക്ക് കാണേണ്ട വാല്യൂ എന്താണോ, അതായത് ഏതാണോ നമുക്ക് കാണേണ്ടത്, നമുക്ക് കാണേണ്ടത് ഏതാണ്? ഇൻക്രീസ്ഡ് ലെങ്ത് ആണ്. അതിനെ സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവരിക. ഈ ഒരു കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ വാല്യൂവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇൻക്രീസ്ഡ് ലെങ്ത് ഈക്വൽ ടു 12 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 100 × 40 വരും. എത്രയാണ് അപ്പോൾ ആൻസർ കിട്ടുന്നത്? 0.048 ആണ്. അപ്പോൾ നമുക്ക് ഇൻക്രീസ്ഡ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? 0.048. അതേപോലെ തന്നെ അയൺ ബ്രിഡ്ജ് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ആ അയൺ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എത്ര വരുന്നത്? 100 + 0.048 ഈസ് ഈക്വൽ ടു 100
0.48 മീറ്റർ ആയിരിക്കും 40 ഡിഗ്രിയിൽ അയൺ ബ്രിഡ്ജ് ചൂടാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. തേർഡ് എക്സാമ്പിൾ ആണ് ദ ലെങ്ത് ഓഫ് എ മെറ്റൽ റോഡ് ഈസ് 100 സെൻറ്റിമീറ്റർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100.14 സെൻറ്റിമീറ്റർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. കാൽക്കുലേറ്റ് ദ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ഫൈൻഡ് ദ റോഡ് ലെങ്ത് ഇൻ 0 ഡിഗ്രി സെൽഷ്യസ്. അതായത് ദ ലെങ്ത് ഓഫ് മെറ്റൽ റോഡ്, ഒരു മെറ്റൽ റോഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത്താണ് 100 സെൻറ്റിമീറ്റർ. അതായത് അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിനെ 100 ഡിഗ്രിയിൽ ചൂടാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര ആവും? 100.14 ആയിരിക്കും. 14 സെൻറ്റിമീറ്റർ ആയിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസിൽ ആ റോഡിൻ്റെ ലെങ്ത്ത് എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇനീഷ്യൽ ലെങ്ത്ത് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ അവിടുത്തെ ഫൈനൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100.14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇൻക്രീസ്ഡ് ലെങ്ത്ത് എത്ര ആയിരിക്കും? 100 മൈനസ് 100.14 എന്ന് പറയുമ്പോൾ 0.14 ആയിരിക്കും ഇൻക്രീസ്ഡ് ലെങ്ത്ത് വരിക. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് 30 ഈസ് ഈക്വൽ ടു 7 ഡിഗ്രി സെൽഷ്യസ്. കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കാണാനുള്ള ഇക്വേഷന് ഇൻക്രീസ്ഡ് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്ത് ഇൻറ്റു ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. ഇവിടെ ഇൻക്രീസ്ഡ് ലെങ്ത്ത് എത്ര വരുന്നത്? 0.14 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്ത് വരുന്നത് 100, അതുപോലെ തന്നെ ഇൻറ്റു ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ 70. അത് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 2 ഇൻറ്റു 10⁻⁻5 ആണ് ആൻസർ വരുന്നത്. ഇവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത് 2 ഇൻറ്റു 10⁻⁻5 ആയിരിക്കും. ഈ നെക്സ്റ്റ് കാണേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ലെങ്ത്ത് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ ആ മെറ്റൽ റോഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കാണുന്നത്. ആ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷനാണ് വരുന്നത്. L2 ഈസ് ഈക്വൽ ടു L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി എ. L2 എന്ന് പറഞ്ഞാൽ 100. ആ മെറ്റൽ റോഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ, ഇനീഷ്യൽ ലെങ്ത്ത് എത്രയാണോ അതാണ് L2 എന്ന് പറഞ്ഞത്. അത് 100 കൊടുക്കുക. ഈക്വൽ ടു L0 ആണ് നമുക്ക് കാണേണ്ടത്. L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു, കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചു. എത്രയാണ്? 2 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 30. അതായത് നമ്മൾ L0 അതിൻ്റെ തുടക്കത്തിലാവുമ്പോൾ എത്രയാണോ അതിൻ്റെ ഇത് കൊടുത്തിരുന്നത്, 100 ലെങ്ത്തിലാവുമ്പോൾ എത്രയാണ് അവിടുത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. ആ 30 ഡിഗ്രി കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ഈ ഒരു 2 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 30 കൊടുത്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 100 ഈസ് ഈക്വൽ ടു L0 1 പ്ലസ് 0.006 ആയിരിക്കും കിട്ടുക. അതിൽ നിന്ന് L0 പുറത്തെടുക്കുക, അതായത് സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറും? L0 ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.0006 ആയിരിക്കും വരിക. ഇത് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 99.94 മീറ്റർ ആയിരിക്കും ആൻസർ. അപ്പോൾ അത് 0 ഡിഗ്രി സെൽഷ്യസിലാണ് എങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99.94 ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് മിക്സിംഗ് ഓഫ് ഹീറ്റ്. അതിൻ്റെ കുറച്ച് ടേംസ് ആണ് പറയുന്നത്. M1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഫസ്റ്റ് സബ്സ്റ്റൻസ്, S1 സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഫസ്റ്റ്, M2 മാസ് ഓഫ് സെക്കൻഡ് സബ്സ്റ്റൻസ്, S2 എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് സെക്കൻഡ് സബ്സ്റ്റൻസ്, TM എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് മിക്സ്ചർ, M മാസ്, അതുപോലെ Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ∆T/∆T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, TM എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദി മിക്സ്ചർ. അല്ല ഫസ്റ്റ് വണ്ണാണ് വരുന്നത് യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ഹീറ്റ്. യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റിൽ ഡിറൈവ് ചെയ്യുമ്പോൾ 1 ജൂൾ ആയിരിക്കും വരുന്നത്. രണ്ടാമത്തേതാണ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ ആവശ്യമായ താപത്തിൻ്റെ അളവ് അല്ലെങ്കിൽ താപത്തിൻ്റെ മെക്കാനിക്കൽ അളവ് എത്രയാണെന്ന് പറഞ്ഞാൽ 4185 ജൂളായിരിക്കും. ഈക്വൽ ടു എന്ത് വരുന്നത്? അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 4.2
കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അതിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നീഡഡ് ഫോർ സബ്സ്റ്റാൻസസ് ഓഫ് റൈസ് ഇൻ ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ, അതായത് ക്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. എം എന്ന് പറഞ്ഞാൽ മാസ്സാണ് വരുന്നത്, എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ഹീറ്റാണ് വരുന്നത്, ടി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് വരുന്നത്. അതിൽ വരുന്നതാണ് ഹീറ്റ് ലോസ് ബൈ ഹോട്ട് സബ്സ്റ്റാൻസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ദി മിക്സ്ചർ. അത് കാണാനുള്ള ഇക്വേഷൻ വരുന്നത് ഈക്വൽ ടു M1 ഇൻറ്റു S1 ഇൻറ്റു T1 പ്ലസ് M2 ഇൻറ്റു S2 ഇൻറ്റു T2 ഈക്വൽ ടു M1 S1 പ്ലസ് M2 S2 ഇൻറ്റു T1 ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് വരുന്നത്. എ ബാത്ത് ട്യൂബ് കണ്ടെയ്ൻസ് 40 ലിറ്റർ ഓഫ് വാട്ടർ അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 80 ലിറ്റർ ഓഫ് വാട്ടർ അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഈസ് പ്യൂർഡ് ഇറ്റ്. വാട്ട് ഈസ് ടെമ്പറേച്ചർ ഓഫ് ദി മിക്സ്ചർ? അത് ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. M1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു മാസ് ഓഫ് ഫസ്റ്റ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, M1 ആണ്. അത് എത്ര തന്നിട്ടുള്ളത്, അത് 40 ലിറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിനെ ചൂടാക്കുമ്പോൾ ആ വാട്ടറിനെ എത്ര ഡിഗ്രിയിലാണ് ചൂടാക്കുന്നത്, 50 ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, T1 ആയിരിക്കും വരിക. അതുപോലത്തെ രണ്ടാമത്തെ പദാർത്ഥം എന്ന് പറഞ്ഞാൽ 80 ലിറ്റർ വാട്ടറാണ് വരുന്നത്. അപ്പോൾ 80 ലിറ്റർ എന്ന് പറഞ്ഞാൽ M2 ആയിരിക്കും വരുന്നത്. അപ്പോൾ M2 സീക്വൽ ടു എത്ര എഴുതുക, 80 കിലോഗ്രാം എഴുതുക. അതിനെ ചൂടാക്കുകയാണെങ്കിൽ എത്ര വാട്ടർ വരുന്നത്, 60 ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാക്കുന്നത്. അതെത്രയാണ്, അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും വരിക. അതുപോലെ തന്നെ അതിൽ S1, അതായത് S1 എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റാണ് വരുന്നത്. അത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിലും ഒന്നെന്നെ ആയിരിക്കും വരിക. 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണേണ്ടത് ടെമ്പറേച്ചർ മിക്സ്ചർ ആണ്. അവിടുത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. M1 ഇൻറ്റു S1 ഇൻറ്റു T1 പ്ലസ് M2 ഇൻറ്റു S2 ഇൻറ്റു T2 ഈക്വൽ ടു M1 ഇൻറ്റു S1 പ്ലസ് M2 ഇൻറ്റു S2 ഇൻറ്റു TM ആണ്. നമുക്ക് TM ആണ് കാണേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. M1 തന്നിട്ടുണ്ട് 40 ആണ്, S1 തന്നിട്ടുണ്ട് 4.2, T1 എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ പ്ലസ് M2 എന്ന് പറഞ്ഞാൽ 80 ഇൻറ്റു S2 എന്ന് പറഞ്ഞാൽ 4.2 ഇൻറ്റു T2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈക്വൽ ടു M1 എന്ന് പറഞ്ഞാൽ 40 തന്നെ, S1 കൊടുക്കുക 4.2 പ്ലസ് 18 ഇൻറ്റു 4.2 കൊടുക്കുക ഇൻറ്റു TM. നമുക്ക് TM ആണ് കാണേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക, TMനെ സമത്തിന് ഇപ്പുറത്ത് വെക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്പമുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 504 കിട്ടും. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുക. അത് കിട്ടുന്നത് 22,680 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ 22,680 ഡിവൈഡഡ് ബൈ 504 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ടൈം മിക്സ്ചർ കിട്ടും. എത്ര കിട്ടണത്, 45 ഡിഗ്രി സെൽഷ്യസ്.